ഈ ഖാദർ കരിപ്പൊടി ഒരു ഒന്നാന്തരം ജിഹാദിയാണ്. ഈ ഇസ്ലാമിക ഭീകരവാദികളെ വെള്ളപൂശിയിരുന്ന വ്യക്തിയാണ്. മാത്രമല്ല ഇയാൾ പോക്സോ കേസിൽ ഉൾപ്പെടെ പ്രതി ചേർക്കപ്പെട്ടിരുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൊടും ക്രിമിനലിനെതിരെ മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ ഈ നാട്ടിലെ കോടതികൾ തള്ളിയിട്ടും എന്തുകൊണ്ടാണ് ഇയാളെ പിടികൂടാൻ കേരള പോലീസിന് കഴിയാത്തത്? ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടപ്പെട്ട ആളായതുകൊണ്ടാണോ ഈ തഴുകൽ തുടരുന്നത്? ഗൗതം, ഈ യൂട്യൂബറായിട്ടുള്ള ഖാദർ കരിപ്പൊടിക്കെതിരെ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഇതിനോടകം തന്നെ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസുകാരനെ ആക്രമിച്ച കേസുണ്ട്, അതിൽ FIR ഇട്ടിട്ടുണ്ട്. അതുപോലെ KCB ജീവനക്കാരനെ മർദ്ദിച്ച കേസുണ്ട്. ഇങ്ങനെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കോടതി പോലും ഖാദർ കരിപ്പൊടിയുടെ ജാമ്യാപേക്ഷ നിഷേധിച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് പറഞ്ഞത് ഈ കൊടും ക്രിമിനൽ എന്നാണ് കോടതി പോലും പറഞ്ഞിരുന്നത്. ഈ സാഹചര്യത്തിൽ പോലും ഈ വധശ്രമത്തിന് ഖാദർ കരിപ്പൊടിക്കെതിരെ കേസ് എടുത്തിട്ട് പോലും ഈ ഖാദർ കരിപ്പൊടിയെ പിടികൂടാൻ കാസർഗോഡ് പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 2.5 മാസമായി ഈ വധശ്രമ കേസിനെ തുടർന്ന് ഖാദർ കരിപ്പൊടി ഒളിവിൽ കഴിയുകയാണ്. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് സുഹൃത്തു കൂടിയായിട്ടുള്ള കാസർഗോഡ് സ്വദേശി അഹദിനെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് ഖാദർ കരിപ്പൊടിക്കെതിരെ എടുത്തിരിക്കുന്ന കേസ്. ഈ കേസിൽ ഈ അഹദ് തന്നെ പറയുന്നത് ഖാദർ കരിപ്പൊടിക്ക് ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഭരണപക്ഷത്തെ പല MLA-മാരുമായി ഖാദർ കരിപ്പൊടിക്ക് വലിയ വ്യക്തിബന്ധമുണ്ട്. ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഖാദർ കരിപ്പൊടി ഒളിവിൽ കഴിയുകയാണ്. ആ സ്വാധീനമാണ് പോലീസിൽ ഖാദർ കരിപ്പൊടിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഖാദർ കരിപ്പൊടിയെ ഇത്രയധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഖാദർ കരിപ്പൊടിയെ പിടികൂടാതെ പോലീസ് ഒത്തുകളിക്കുകയാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ അഹദ് തന്നെ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ പോലീസിനോട് ചോദിക്കുന്ന സമയത്ത് കാസർഗോഡ് പോലീസ് പറയുന്നത് ഈ ഖാദർ കരിപ്പൊടിയെ കുറിച്ച് വിവരം ട്രാക്ക് ചെയ്യാൻ തങ്ങൾക്ക് കഴിയുന്നില്ല, ഈ കേരളം വിട്ടു കർണാടകയിലേക്ക് പോയി എന്നൊക്കെയാണ്. പക്ഷേ ഖാദർ കരിപ്പൊടിയുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കേന്ദ്രീകരിച്ച് ഒന്നും തന്നെ ഇതുവരെ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. ഒളിവിൽ ഇരുന്നു കൊണ്ട് 2 തവണ ഖാദർ കരിപ്പൊടി വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലീഗ് MLA-മാർക്കൊപ്പം ഖാദർ കരിപ്പൊടി നിൽക്കുന്ന ദൃശ്യങ്ങളും അതുപോലെ UDF-ലെ മറ്റ് ഉന്നതരായിട്ടുള്ള നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നിരന്തരം ഇദ്ദേഹം നവമാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ ഈ ഖാദർ കരിപ്പൊടിയുടെ രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ച് കൃത്യമായി അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും 2.5 മാസം കഴിഞ്ഞിട്ടും ഒരു ഒരു കേസിലെ പ്രതിയെ പിടികൂടാൻ കേരള പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഗൗതം.